എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. ഒരുപാടധികം വേക്കൻസികളുണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിലും പറ്റുന്ന നിരവധി അവസരങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കണ്ട് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന 26-ാം തീയതി നമുക്കൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക്. മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഒരു മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. 100ഓളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ടാക്സി ഡ്രൈവറായിട്ട് ആവശ്യമുള്ളത്. ഈ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം നോക്കാൻ പോകുന്നത്. സൗദി അറേബ്യയിലേക്ക് മക്കയിലേക്ക് ടാക്സി ഡ്രൈവർ വേക്കൻസി ഉണ്ട്. മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. സൗദി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. ശ്രദ്ധയോടെ എല്ലാം കേട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് നിങ്ങൾ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ മാത്രം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ, ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടാവുക എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ശേഷം പരിഗണിക്കുക GCC ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കും. അതിനുശേഷം മാത്രമേ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ അങ്ങ് ഇൻ്റർവ്യൂ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോവും, നിങ്ങളുടെ പോകാനുള്ള ചിലവും, ഈ രണ്ട് കാര്യങ്ങളും പോയി കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ഇനി ഒരുപക്ഷെ ടാക്സി ഡ്രൈവറായിട്ട്, ഇന്ത്യയിൽ ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ CV-യിൽ നിങ്ങൾ ഒരു 3 വർഷത്തെങ്കിലും ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. വെറുതെ അങ്ങ് ടാക്സി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രം കാണിച്ചാൽ പോരാ, CV-യിൽ കാണിച്ചാൽ പോരാ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും സ്കിൽസും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ മറക്കരുത്. അങ്ങനെ 3 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് CV-യിൽ കാണിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പരിഗണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ പോയിട്ടേ കാര്യമുള്ളൂ. മറ്റേത് നമുക്ക് ഇത്രയും ആളുകളെ നമ്മൾ ഇൻ്റർവ്യൂ ലൊക്കേഷനിലേക്ക് എത്തിച്ചു എന്നതിലുപരി നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം വേണം. നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങൾ ആ ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ പോയിട്ട് വാ പൊളിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മക്ക ടാക്സി ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് CV-യിലെങ്കിലും, ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും CV-യിലെങ്കിലും നിങ്ങൾ 3 വർഷത്തെ എക്സ്പീരിയൻസ്, ടാക്സി ഡ്രൈവർ എക്സ്പീരിയൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ടാക്സി സ്കിൽസും ഡ്രൈവർ സ്കിൽസും കൊടുക്കണം. ഒരു പ്രൊഫഷണൽ CV തന്നെ തയ്യാറാക്കണം. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു CV ഇല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്തു തരാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ CV-യിൽ കാണിക്കൽ നിർബന്ധമാണ്. ഇതാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. നിങ്ങൾക്ക് SSLC നിർബന്ധമാണ്. കൂടാതെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ബേസിക് ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അത്യാവശ്യം ടാക്സിയിൽ ആളുകൾ കയറുമ്പോൾ അവരുമായി സംസാരിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ സാലറി വരുന്നത് നിങ്ങൾക്കൊരു മാസം മികച്ച സാലറിയും അതേപോലെ തന്നെ കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ സാലറി പ്ലസ് കമ്മീഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മാസം 2800 സൗദി റിയാൽ മുതൽ 4600 സൗദി റിയാൽ വരെ ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഇന്ത്യൻ മണി 60,000 ഇന്ത്യൻ രൂപ മുതൽ 1,00,000 രൂപ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസമായിരിക്കും വർക്ക് ഉണ്ടാവുക. വീക്ക്ലി ഓഫ് ഉണ്ടായിരിക്കും. 8 മണിക്കൂറായിരിക്കും ഡെയിലി വർക്ക് ഉണ്ടാവുക. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്യാവുന്നതാണ്. റിന്യൂവൽ ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം 42 ദിവസമായിരിക്കും കമ്പനി നിങ്ങൾക്ക് വെക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. 21-നും 40-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. അത് നിങ്ങൾക്ക് ഏത് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും, സൗദി അല്ലെങ്കിൽ GCC അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 21-നും 40-നും ഇടയിലായിരിക്കണം പ്രായം. 40 വയസ്സിന് മുകളിലുള്ളവർ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ടതില്ല.
അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇനി സർവീസ് ചാർജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും നിങ്ങളോട് പറയുക. അവരായിരിക്കും ഡയറക്റ്റ് നിങ്ങളോട് പറയുക. കാരണം സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ള സർവീസ് ചാർജ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കില്ല മറ്റേതെങ്കിലും GCC രാജ്യത്തുള്ളവർ ലൈസൻസ് ഉള്ളവർക്ക് ഉണ്ടാവുക. ഇനി GCC സൗദി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവർക്കുള്ള എക്സ്പെൻസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ സർവീസ് ചാർജ് ആയിരിക്കില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ സമയത്ത് ക്ലയൻറ്റ് ആയിരിക്കും നിങ്ങളോട് പറയുക. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്, കമ്പനിയുടെ ആളുകൾ വന്നിട്ടാണ് ഇവിടെ ഇൻ്റർവ്യൂ നടത്തുന്നത്. 26-ാം തീയതി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതിലേക്ക് ഓക്കെ ആണെങ്കിൽ, എല്ലാം കേട്ടതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും CV-യും എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് അയച്ചു തരൂ. ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇൻ്റർവ്യൂ ലൊക്കേഷനും മറ്റു ഡീറ്റെയിൽസും ഞാൻ വാട്സപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആൻഡ് വാൻ സെയിൽസ്മാൻ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. ഒരു പ്രമുഖ വാട്ടർ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. സൗദി അറേബ്യയിലെ പ്രമുഖ വാട്ടർ കമ്പനിയായ ബറൈൻ വാട്ടർ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത്. സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് 2500 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. 2500 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 54,000 ഇന്ത്യൻ രൂപയായി. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവുകയില്ല. 3 വർഷത്തെങ്കിലും സെയിൽസ് എക്സ്പീരിയൻസ് FMCGയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. വാൻ സെയിൽസ്മാൻ ആയിട്ട് 2000 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. ഏകദേശം 44,000 ഇന്ത്യൻ രൂപ. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. GCC രാജ്യത്തെ ഏതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 32 വയസ്സിന് താഴെ പ്രായമുള്ള 3 വർഷത്തെങ്കിലും വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സൗദി അറേബ്യയിലെ പ്രമുഖ വാട്ടർ കമ്പനിയായ ബറൈൻ വാട്ടർ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. കൂടാതെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC ക്വാളിഫിക്കേഷനോ +2 ഉണ്ടായാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിലേക്ക് പോകാനുള്ള സർവീസ് ചാർജ് എന്ന് പറയുന്നത് വിസ ഫ്രീ അല്ല. വിസക്കും ടിക്കറ്റ്, VFX, അതേപോലെ തന്നെ മെഡിക്കൽ, ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റാമ്പിങ് കാര്യങ്ങളെല്ലാം ചിലവ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഏകദേശം 85,000 രൂപയുടെ ഉള്ളിലായിരിക്കും പോകാനുള്ള ചിലവ് വരിക. ഏകദേശമാണ് ഞാൻ പറയുന്നത്. അതിൽ 5 നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവും. ഏകദേശമാണ് ഞാൻ പറയുന്നത്. വിസ, ടിക്കറ്റ്, മെഡിക്കൽ, VFX, സ്റ്റാമ്പിങ് എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ ചിലവ് വരുന്നത്. ഏകദേശം 85,000 രൂപയുടെ ഉള്ളിലായിരിക്കും ചിലവ് വരിക. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത വേക്കൻസി ഒരു മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. ഹൗസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഈ ഒരു മെഗാ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 48 വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല, എക്സ്പേർട്ട് ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല. സാലറി വരുന്നത് 1800 സൗദി റിയാലായിരിക്കും. കൂടാതെ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. അവിടുത്തെ ഒരു ഡ്രൈവർമാരെ സപ്ലൈ ചെയ്യുന്ന കമ്പനി വഴിയായിരിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക. നിങ്ങൾക്ക് സാലറി തരിക വീട്ടുകാരായിരിക്കില്ല, കമ്പനി ആയിരിക്കും. ഓക്കെ, മാൻ പവർ കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് സാലറി തരിക. യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ല. അതായത് വർക്കില്ലാത്ത അവസ്ഥ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും വർക്ക് ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള സാലറിയും കിട്ടും, എഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പോകാനുള്ള ചിലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോട്ടൽ 35,000 രൂപയുടെ ഉള്ളിലായിരിക്കും പോകാനുള്ള ചിലവ് ഉണ്ടാവുക. അത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അർജൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. റിയാദിലേക്കാണ് ഹൗസ് ഡ്രൈവറായിട്ട് 1800 റിയാൽ സാലറി. സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വാലിഡ് ആണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ 48 വയസ്സിന് താഴെ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്, റിയാദിലേക്ക് തന്നെയാണ്. ഡയറക്റ്റ് കമ്പനി വിസയാണ്. ECR, ECNR പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കുന്നതാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ ഹുസൈൻ അൽ ഷംറി അറാംകോ പ്രൊജക്റ്റിലേക്ക് 25ഓളം ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. അറാംകോ പ്രൊജക്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 25ഓളം ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഇന്ത്യൻ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും
GCC രാജ്യത്തെ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവരെ പരിഗണിക്കില്ല. സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. 2000 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. കൂടാതെ ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 3 മുതൽ 4 മണിക്കൂർ വരെ ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഒരു മാസം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. 60,000 രൂപയ്ക്ക് മുകളിൽ മിനിമം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. 40 വയസ്സിന് താഴെ പ്രായമുള്ള ECR/ECNR പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇന്റർവ്യൂ ഇല്ല, ഡോക്യുമെന്റ് സെലക്ഷൻ ആണ്. മീൻസ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ആവശ്യമാണ്. 12 വീലിന് മുകളിലുള്ള അല്ലെങ്കിൽ ട്രെയിലർ പോലെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന വീഡിയോ ആവശ്യമാണ്. അതുവഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക. പോകാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 70,000 രൂപയുടെ ഉള്ളിലായിരിക്കും. ടോട്ടൽ എക്സ്പെൻസ് ആണ്, വേറെ ഹിഡൻ ചാർജസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 70,000 രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത്. ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെയാണ്, വേറൊരു ചിലവ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 40 വയസ്സിന് താഴെ പ്രായമുള്ള അല്ലെങ്കിൽ 42 വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട. ഉടൻ തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. 5 പേരെയാണ് ആവശ്യമുള്ളത്. ECR/ECNR പാസ്പോർട്ടുകൾ പരിഗണിക്കും. 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. 3500 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. കൂടാതെ ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു ദിവസം മിനിമം 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു 400 to 500 സൗദി റിയാലിനുള്ളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. 5 പേരെയാണ് ആവശ്യം. ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ടാകും. എന്നാൽ ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അല്ല, സൂം ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിർബന്ധമാണ്. അതേപോലെ തന്നെ കേരളത്തിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. കാർ സ്പെയർ പാർട്സ്, അമേരിക്കൻ ആൻഡ് കൊറിയൻ എന്നിവയിൽ നോളേജ് ഉള്ളവരായിരിക്കണം. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഫോർഡ്, ഷെവർലെറ്റ്, ഹ്യുണ്ടായ്, കിയ മോട്ടർ എന്നീ കാറുകളുടെ പാർട്സിനെ കുറിച്ച്, സ്പെയറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവുള്ളവരായിരിക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. കേരളത്തിന് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മീൻസ് കേരളത്തിലുള്ളവരെ, മലയാളികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. കാർ സ്പെയർ പാർട്സിനെ കുറിച്ചുള്ള നല്ല അറിവുണ്ടായിരിക്കണം. അതായത് അമേരിക്കൻ, കൊറിയൻ കമ്പനികളായ ഫോർഡ്, ഷെവർലെറ്റ്, ഹ്യുണ്ടായ്, കിയ എന്നിവയുടെ സ്പെയർ പാർട്സിനെ കുറിച്ചുള്ള അറിവ് നന്നായിട്ട് ഉണ്ടായിരിക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൂം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9539 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളതും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. ഒരു മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. സൗദി അറേബ്യയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. അർജന്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 22-നും 40-നും ഇടയിൽ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുണ്ട്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉണ്ടായാൽ മതി. അതായത് നിങ്ങൾക്ക് ഇന്ത്യൻ ഹെവി അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ 12 വീലിന് മുകളിലുള്ള വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇന്ത്യൻ എക്സ്പീരിയൻസ് 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1400 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. ഏകദേശം 32,000 ഇന്ത്യൻ രൂപ. പക്ഷേ സാലറി മാത്രമല്ല, ഇവിടെ ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മാസം മിനിമം 50,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഉറപ്പായിട്ടും ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ട്രിപ്പ് അലവൻസ് കാര്യങ്ങളെല്ലാം കൂട്ടുമ്പോൾ നിങ്ങൾക്കൊരു മാസം ഇന്ത്യൻ രൂപ 50,000 രൂപ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അവിടുത്തെ ലൈസൻസ്, അവിടുത്തെ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. 22-നും 40-നും ഇടയിൽ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ, ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഇതിലേക്ക് തക്കമൽ ടെസ്റ്റ് ഉണ്ടാവുകയില്ല. നമുക്ക് ഈ അടുത്ത് വന്നിട്ടുള്ള പല ഡ്രൈവർ വേക്കൻസികളിലേക്കും, സൗദിയിലേക്ക് വന്നിട്ടുള്ള പല ഡ്രൈവർ വേക്കൻസിയിലേക്കും തക്മൽ ടെസ്റ്റ് നിർബന്ധമായിരുന്നു. എന്നാൽ ഈ ഒരു വേക്കൻസിയിലേക്ക് തക്മൽ ടെസ്റ്റ് ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്.
അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഒമാനിലേക്കാണ്. ഒമാനിലേക്ക് കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട്. ഇതിനു മുന്നേയും പല വീഡിയോകളിലായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടൊരു വേക്കൻസിയാണ്. അവിടേക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്, നിലവിലൊരു വേക്കൻസി വന്നിട്ടുണ്ട്. 5 പേരെയാണ് ആവശ്യമുള്ളത്. ഒമാൻ കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർ വേക്കൻസി ഉണ്ട്. 120 ഒമാൻ റിയാലാണ് സാലറി പറയുന്നത്. ഇവിടുത്തെ ഏകദേശം ഒരു 27,000 രൂപയായിരിക്കും ഉണ്ടാവുക. ഫുഡും റൂമും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു വേക്കൻസിയിലേക്ക് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലയിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. തെക്കൻ കേരളത്തിലുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല. അത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല, ഈ ഒരു കോഫി ഷോപ്പ് ശൃംഖലയുടെ മുതലാളി മീൻസ് ഉടമസ്ഥർ കണ്ണൂരുകാരാണ്, മലബാറുകാരാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ഏരിയയിലുള്ളവരെ മാത്രമേ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. വേറെ റീസൺസ് ഒന്നുമല്ല. പലരും പല രീതിയിൽ ഇതിനെ ചിന്തിക്കുന്നുണ്ട്, മതപരമായിട്ടും അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോടാണ് നമ്മൾ പറയുന്നത്, വേറെ റീസൺസ് അല്ല. ഇതിൻ്റെ ഉടമസ്ഥർ കണ്ണൂരുകാരാണ്, അവർക്ക് ഈ ഒരു രീതിയിലുള്ളവരെയാണ് വേണ്ടത്. അതിൽ മതം, ജാതി ഒന്നും പ്രശ്നമല്ല. മുസ്ലിം ആണെങ്കിലും ഹൈന്ദവ മതക്കാരനാണെങ്കിലും ക്രൈസ്തവ മതക്കാരനാണെങ്കിലും വിഷയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് ജില്ലയിലും ഇടയിലുള്ള ആളുകളായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കൂടാതെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. വീക്ക്ലി ഓഫ്, മന്ത്ലി ഓഫ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മെഡിക്കലി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാം എന്നതേ ഉള്ളൂ. 2 വർഷത്തെ കോൺട്രാക്റ്റ് വിസ ആയിരിക്കും ഉണ്ടാവുക. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള 21-നും 30-നും ഇടയിൽ പ്രായമുള്ള, 30-ന് മുകളിലുള്ളവരെയും പരിഗണിക്കുന്നില്ല, 21-ന് താഴെയുള്ളവരെയും പരിഗണിക്കുന്നില്ല. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള തൃശ്ശൂർ മുതൽ കാസർഗോഡ് ജില്ലയിന് ഇടയിലുള്ള ജില്ലക്കാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട. ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ കയറിപ്പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത്.